ഹലോ മൈ ഗേസ്, നമ്മളിന്ന് കളിക്കുന്നത് മൈൻക്രാഫ്റ്റ് ആട്ടോ. അപ്പോൾ ഇനി നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വൺ ബ്ലോക്കിൻ്റെ ഒരു വീഡിയോ ആണ് ഇട്ട് വൺ ബ്ലോക്ക് കളിക്കണത്. പിന്നെ ഇനി നമുക്ക് ആ വീഡിയോ ഇടാൻ പറ്റില്ല കേട്ടോ ഗേസ്. വൺ ബ്ലോക്കിൻ്റെ പാർട്ട് 2 ഉണ്ടാവില്ല. കാരണം ഞാൻ വൺ ബ്ലോക്ക് കഴിഞ്ഞ പ്രാവശ്യം എന്തൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ അത് മാറ്റാൻ പറ്റില്ല ഗേസ്. ഞാൻ വേറെ ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നും കൂടി കയറിയാക്കി എന്തായാലും മാറ്റാത്തില്ല. എന്തായാലും ഞാൻ അതിൻ്റെ വീഡിയോ ഉണ്ടാവില്ല. ഇനി നമ്മുടെ പുതിയൊരു ലെറ്റ്സ് പ്ലേ സീരീസ് തുടങ്ങുകയാണ് ഗെയ്സ്. അപ്പോൾ ഈ ലെറ്റ്സ് പ്ലേ സീരീസ് സീഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുക. എന്തായാലും നമ്മൾ ഈ ഒരു സീഡ് പറഞ്ഞാൽ സുധിയണ്ണ ഇപ്പോൾ പുതിയതായിട്ട് ഒരു ലെറ്റ്സ് പ്ലേ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ സീഡാണ് ഗെയ്സ് ഇത്. അപ്പം നമ്മൾ ഇത് അതിലായിട്ട് കളിക്കുക. ഞാൻ എൻ്റെ ചങ്ക് കൂട്ടിയിട്ട് കാരണം കുറക്കട്ടെ കേട്ടോ ഗെയ്സ്. ഓക്കെ ഗെയ്സ്, അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. എന്നാലും നമുക്ക് കുറേ നേരം ഇങ്ങനെ കളിക്കുക കേസ്. എന്തൊക്കെ നമുക്ക് ഒരു സുധിയെണ്ണം ബിൽഡ് ചെയ്ത പോലെയല്ല ഞാൻ ബിൽഡ് ചെയ്യുന്നത്. എന്തായാലും ഒക്കെ നല്ല ഡിഫറൻസ് ഉണ്ട്. ആ സീഡ് മാത്രമേ ഇത് എടുത്തിട്ടുള്ളൂ. അപ്പം എന്തായാലും കേസ് നമുക്ക് കുറേ ഫുഡൊക്കെ ഇതാക്കിയിട്ട് ആദ്യം ഒരു തട്ടിക്കൂട്ട് ബേസ് ഉണ്ടാക്കാം കേസ്. ഫസ്റ്റ് അതൊന്ന് ഈ വുഡുകളൊക്കെ കളക്ട് ചെയ്യട്ടെ ഗെയ്സ്. അങ്ങനെ നമ്മൾ വുഡൊക്കെ കുറച്ച് ടൂൾസൊക്കെ ആക്കിയിട്ടുണ്ട് ഗെയ്സ്. പക്ഷേ അവർക്ക് ഉറങ്ങാടിയിട്ട് ഷീപ്പിനെ മാത്രം കിട്ടിയില്ല. അപ്പോൾ എന്തായാലും നമുക്കിതാ ഇവിടെ ഒരു ബേസ്, ചെറിയൊരു തട്ടിക്കൂട്ടി ബേസ് റെഡിയാക്കാം ഗെയ്സ്. നമുക്കിതാ ഈ ഒരു അറ്റത്ത് നമുക്ക് നല്ല ലാഗ് ഉണ്ട് ഗെയ്സ് കളിക്കുമ്പോൾ, എന്താണെന്നറിയില്ല. എന്തായാലും നമുക്ക് ഈ ഒരു ഇവിടെ ആയിട്ടൊരു വീട് റെഡിയാക്കാം. ചെറിയൊരു തട്ടിക്കൂട്ട് ബേസാണ് ഗെയ്സ്. ഇത് കഴിഞ്ഞാൽ നമുക്കൊരു അടിപൊളി ബേസ് ഉണ്ടാക്കണം ഗെയ്സ്. ഞാൻ അതിൽ കുറച്ച് ബ്ലോക്കുകളൊക്കെ തന്നെ മാറ്റട്ടെ. ഗെയ്സ് നമുക്ക് ഈ ഒരു ടൂൾസിന് വേഗം സ്റ്റോൺ ടൂൾസിലേക്ക് അപ്ഗ്രേഡ് ആക്കാം. നമുക്ക് പിന്നെ കുറേ നേരം മൈനിങ്ങിനൊക്കെ പോകണം ഗെയ്സ്. അതായത് ഞാൻ അതൊന്ന് കുഴിച്ചിടട്ടെ, കഴിഞ്ഞിട്ട് നിങ്ങളെ അറിയിക്കാം ഗെയ്സ്. അതൊക്കെ കഴിഞ്ഞതാണ് നമ്മൾ ഇവിടെ ഫുഡൊക്കെ സ്മെൽറ്റ് ചെയ്യാൻ നിന്ന് നമ്മൾ ഈ കുഴി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ 2 അയൺ കിട്ടി ഗെയ്സ്. പിന്നെ താഴത്തിൻ്റെ ഉണ്ടെന്നാ നമുക്ക് എന്തായാലും സ്റ്റോണിൻ്റെ ഒരു പിക്കാക്സ് ഉണ്ടാക്കാം ഗെയ്സ്. ഓക്കെ ഗെയ്സ്, ഒരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഗെയ്സ് ഇന്നുണ്ട് ഗെയ്സ് താഴത്ത്. അത് വേഗം അയൺ ടൂൾസിലോട്ട് മാറാൻ വിചാരിക്കുന്നുണ്ട്. അത്ര തന്നെ ഉള്ളൂ തോന്നുന്നുണ്ട്. അയന് മോൾക്ക് കയറാം ഗെയ്സ്. നമ്മുടെ ഫുഡ് സ്മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. കുറച്ച് ചിക്കനും കൂടി ഉണ്ട്, അതും കൂടി സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം ഗെയ്സ്. ഗെയ്സ് കുറച്ച് നെയ്റ്റാണ്. നമ്മുടെ ആ ചിക്കൻ ഇപ്പോൾ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഗെയ്സ്. അതായത് നമുക്ക് ഒന്ന് രാവിലെ ആയിട്ട് ഈ ഒരു കേൾക്കുന്ന 4 അയണുകളൊക്കെ ഉണ്ടാവും ഈ സൈഡിലെ മതിൽമൊക്കെ ആയിട്ട്. എന്നാലും അവിടേക്കൊക്കെ പോയി ഒന്ന് മൈൻ ചെയ്യാം ഗെയ്സ്. നമ്മുടെ അടുത്ത് ബെഡ് ഇല്ലാത്തത് കൊണ്ട് കിടക്കാൻ പറ്റില്ല. എന്തായാലും നമ്മുടെ അടുത്തുള്ള സാധനങ്ങളൊക്കെ എടുത്തുക്കാൻ വേണ്ടിയിട്ടൊരു ചെസ്റ്റ് ഉണ്ടാക്കി വെക്കാം ഗെയ്സ്. നമ്മളങ്ങനെ ഒരു ചെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഗെയ്സ് ഇനി നമ്മുടെ സാധനങ്ങളൊക്കെ അടുക്കൊക്കെ 8 അയണും പിന്നെ കുറച്ച് ഫുഡുകളും ഉണ്ട് ഗെയ്സ്. പിന്നെ കുറേ ചവറുകളൊക്കെ ഉണ്ട് ഗെയ്സ്. ഇതൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെക്കാം. നമ്മുടെ പിക്കാക്സ് അതിൻ്റെ ഉള്ളിൽ വെക്കാം. ഓക്കെ ഗെയ്സ്, ഞാൻ രാവിലെ ആയിട്ട് നിങ്ങളെ അറിയിക്കാം കേട്ടോ. അതുവരെ ഞാനൊന്ന് മൈനിങ്ങിന് പോകാൻ പറ്റുമോ നോക്കട്ടെ ഗെയ്സ്. കുറേ നേരം കഴിഞ്ഞത് എന്തായാലും രാവിലെ ആവണില്ല. നമ്മുടെ അയണൊന്ന് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം വിചാരിച്ചു ഗെയ്സ്. അല്ല, അയൺ അവിടെ ഇരുന്ന് സ്മെൽറ്റ് ആവട്ടെ കേട്ടോ. ഗെയ്സാണ് രാവിലെ ആയിട്ടുണ്ട് ഗെയ്സ്. നമ്മളിപ്പോൾ ഇതാ വരികയാണ്. ഒരു സോംബിയുണ്ട് ഗെയ്സ്. സോംബി ഈ സോംബിനെ എങ്ങനെയെങ്കിലും ഒന്ന് കൊല്ലാൻ പറ്റി നോക്കട്ടെ. നമ്മൾ കൊല്ലുന്നാവോ. പൊട്ടി ഓക്കെ ഗെയ്സ്, ഇപ്പോൾ ചാവും ഗെയ്സ്. ഓക്കെ ഗെയ്സ്. നമ്മളങ്ങനെ ആ സോംബിനെ കൊന്നിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ക്രീപ്പറും പൊട്ടിത്തെറിച്ചിട്ടുണ്ട് ഗെയ്സ്. എന്തായാലും നമുക്ക് ഈ ഷീപ്പിനോട് കൊല്ലാം. ഓക്കെ, നമുക്ക് ഒരു വൂള് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 3 എണ്ണം വേണമെങ്കിൽ. ഹങ്ങർ കുറവാണ്.
നമുക്ക് അതിനും കൂടാണ്ട് കൊല്ലാം. ഓക്കെ 2 വോളായിട്ടുണ്ട്. ഓ ഗേസ് നമ്മുടെ 3ാമത്തെ വോള് ഇതാ നിൽക്കണു. ഗേസ് നമ്മളിതാ അപ്പം അതിനെയും കൊന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതാ 3 വോള് കിട്ടിയിട്ടുണ്ട് ഗേസ്. ഗേസ് ഈ ഒരു ആടിൻ്റെ അമ്മനെ നമ്മൾ കൊന്നു ഗേസ്. അപ്പോൾ ഇതിനെ കൂട്ടിയിട്ട് കൊല്ലാം. അമ്മൻ്റെ ഒപ്പം പോയിക്കോ. ഓക്കെ എന്നാലും നമുക്ക് നേരെ പോയൊരു ബെഡ് ഉണ്ടാക്കാം ഗേസ്. എന്നിട്ട് റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യാം. അയ്യോ ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ കയറണ്ടേ. ഓക്കെ നമ്മുടെ പൈസ എവിടെ? വീട് വീട് ഇതാ ബെഡ് ഇവിടെ കാണാനില്ലല്ലോ. അതാ നമ്മുടെ വീട്. ഓക്കെ ഇനി നമുക്കൊരു ഇത് സെറ്റ് ചെയ്യാം. വുഡ് എടുക്കട്ടെ. ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. കുറച്ച് വുഡ് എടുത്തിട്ട് ഇത് സെറ്റാക്കാം. ഓക്കെ നമ്മളൊരു ബെഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വെക്കാം. മണ്ണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് ഒരു നായനെ നമ്മുടെ പെറ്റാക്കണം ഗേസ്. ഞാൻ ഇവിടെ ഒറ്റക്കാണ്. അങ്ങോട്ട് ഒരു നായനെ കൂടി കൂട്ടാക്കി ഇവിടുത്തെ 2 ബോണ്ട് ഇതുകൊണ്ട് പറ്റുന്ന തോന്നുന്നു. എന്നാൽ ഞാൻ ഒരു നായനെ കണ്ടുപിടിക്കട്ടെ. ആ ഒരു ഭാഗത്ത് കുറേ നായ്ക്കളുടെ ഇറങ്ങും. ഞാൻ എന്തായാലും അങ്ങോട്ട് പോയി നോക്കട്ടെ. ഗേസ് നമുക്ക് നായനെ തപ്പി വന്നിട്ട് നായനെ കിട്ടിയിട്ട് കുറച്ച് കോള് കിട്ടിയിട്ടുണ്ട് ഗേസ്. നമുക്ക് ഈ കോളൊക്കെ എടുക്കാം ഗേസ്. ടോർച്ചൊക്കെ മൈനിങ്ങിന് പോകുമ്പോൾ ടോർച്ചൊക്കെ ഉണ്ടാക്കാൻ ആവശ്യം വരും ഗേസ്. നമ്മളങ്ങനെ കോള് കംപ്ലീറ്റ് എടുക്കുകയാണ് ഇവിടുന്ന്. ഗേസ് ഇന്ന് ഇവിടുന്ന് പോവുക ഗേസ്. ഇവിടെ എവിടെയെങ്കിലും ഒരു നായനെ കിട്ടുകയാണെങ്കിൽ സുഖമായിരുന്നു ഗേസ്. ഇവിടെ കുറച്ച് കോപ്പർ ആണ്. നമുക്ക് ഈ കോപ്പർ എടുക്കാം ഗേസ്. ഇത് വെച്ചിട്ട് നമുക്ക് ആർമർ ഉണ്ടാക്കാൻ പറ്റും കോപ്പർ കൊണ്ട്. ഈ മൊത്തം കോപ്പർ നമുക്ക് എടുത്ത് കൊണ്ടുപോവാം. ആദ്യമൊക്കെ കോപ്പർ ചവറ് പോലെ എല്ലായിടത്തുനിന്നും കിട്ടിയിരുന്നു. ഇപ്പം അത് യൂസ് ആവാൻ തുടങ്ങിയപ്പോൾ എവിടെയും കിട്ടാനില്ല. എന്നാലും കിട്ടുന്നുണ്ട് ഗേസ് അത്യാവശ്യമൊക്കെ. എന്നാലും ഞാൻ എങ്ങനെയെങ്കിലും ഒരു ഡോഗിനെ കണ്ടെടുക്കാൻ പറ്റുമോ നോക്കട്ടെ. നമ്മൾ കോപ്പർ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഗേസ്. നമുക്കതിന് ഡോഗിനെ ഇട്ടിട്ടില്ല. നമുക്കത് അതൊക്കെ ഇവിടെ തന്നെ വെക്കാം ഗേസ്. ഇഷ്ടംപോലെ ചവറൊക്കെ കയ്യിലുണ്ട്. നമുക്ക് കുറച്ച് ടോർച്ചൊക്കെ ഉണ്ടാക്കണം ഗേസ്. ടോർച്ച് ഉണ്ടാക്കണം. നമുക്ക് മൈനിങ്ങിന് പോകാൻ കഴിഞ്ഞിട്ട് കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കുക. എന്നിട്ട് ടോർച്ച് ഉണ്ടാക്കുക ഗേസ്. നമ്മൾ 12 ടോർച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി കോളത്ത് അതൊക്കെ വെക്കാം. ഓക്കെ നമുക്ക് മൈനിങ്ങിന് പോകാൻ തുടങ്ങാം ഗേസ്. എന്തായാലും നമുക്ക് അവിടെ ഒരു കുഴി ഉണ്ടാക്കാം. എന്നിട്ട് മൈനിങ്ങിന് പോവാം. എന്തായാലും നമ്മൾ എന്തെങ്കിലും കിട്ടിയിട്ട് നിങ്ങൾ അറിയിക്കാം. കുറച്ച് കോപ്പർ അവിടെ ഉണ്ട്. ഇതെടുക്കുക. കോപ്പർ കിട്ടിയിട്ടുണ്ട്. കോപ്പർ നമുക്ക് ആവശ്യം വരും ഗേസ്. ഓക്കെ എന്തായാലും ഞാൻ ഇതൊക്കെ ഒന്ന് കളക്ട് ചെയ്തിട്ട് നിങ്ങൾ അറിയിക്കാം ഗേസ്. നമുക്ക് ടോട്ടൽ ഒരു സ്റ്റാക്കും പിന്നെ 28 കോപ്പറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതൊക്കെ സ്മെൽറ്റ് ചെയ്യാൻ വെക്കണം ഗേസ്. എന്തായാലും നമുക്കിപ്പോൾ കിട്ടിയ സ്മെൽറ്റ് ചെയ്തിട്ട് ഇവിടേക്ക് വെക്കാം. പിന്നെ നമുക്ക് കുറച്ച് കോഴ് എടുത്തിട്ട് അതിലോട്ട് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം ഗേസ്. ഇപ്പോൾ നമുക്ക് ഈ കോൾ എടുത്തിട്ട് അതൊക്കെ വെക്കാം ഗേസ്. നമുക്ക് ഈ കോളും കൂടി എടുത്തിട്ട് ഇതും കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റി നോക്കാം. അപ്പോൾ ഒരു ഹെൽമെറ്റ്, പിന്നെ ഇതിൻ്റെ പേര് ചെസ്റ്റ് പ്ലേറ്റ്, ഈ 2 മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് നമുക്ക് എടുത്ത് വെക്കാം. ഇതിപ്പോൾ ഇടുന്നില്ല ഞാൻ. ഇതെല്ലാം ആർമറോ ആയി കഴിഞ്ഞിട്ട് ഇട്ടനാടിന്.
ഗേസ് നമുക്കിന്നെ ഒരിതും കൂടി ഉണ്ടാക്കണം ഗേസ്. ചെസ്റ്റ് ഇതും കൊണ്ട് തികയൂല. അപ്പോൾ നമ്മളിതാ ഒരു ചെസ്റ്റും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇവിടേക്ക് വെക്കാം ഗേസ്. നമ്മുടെ ഇതൊക്കെ അതിക്ക് വെക്കാം. ഗേസ് കുറച്ചും കൂടി ആയിട്ടുണ്ട്. നല്ലത് നമുക്ക് ഇതങ്ങിട്ട് വെക്കാം. ഇതും കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും വെക്കാം. ഇനി നമുക്കിപ്പോൾ വേണ്ടത് ഒരു പാൻറ്റാണ്. ഒരു പാൻറ്റും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ഷൂസും കൂടി ഉണ്ടാക്കിയാൽ മതി ഗേസ്. പുറത്തിപ്പോൾ നൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കടന്നുറങ്ങാം ഗേസ്. ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ചെന്നിട്ട് കുറച്ച് നേരം മൈൻ ചെയ്യാം ഗേസ്. നമ്മളങ്ങനെ കുറച്ച് നേരം മൈൻ ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ ചെയ്തതിൽ. ഇപ്പോൾ നമ്മൾ കുറച്ച് സ്കെൽറ്റനെ കൊന്നപ്പോൾ ഒരു ബൂത്ത് കിട്ടിയിട്ടുണ്ട്. അത് കുറച്ച് നേരത്തെ കിട്ടിയതാട്ടോ. എന്തായാലും നമ്മുടെ ബാക്കി കോപ്പർ സ്മെൽറ്റായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊരു ബൂട്ട്സും ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും ഇതൊക്കെ നമുക്ക് ഇടാം ഗൈസ്. ആദ്യം നമുക്ക് ഹെൽമെറ്റ് ഇടാം. നമുക്ക് കാണിക്കട്ടെ. ഹെൽമെറ്റ് ഇട്ടോ. അത് കഴിഞ്ഞിട്ട് ചെസ്റ്റ് പ്ലേറ്റ് ഇടാം. ചെസ്റ്റ് പ്ലേറ്റ് ഇട്ടോ. അത് കഴിഞ്ഞിട്ട് പാൻറ് ഇട്ടു. പിന്നെ ബൂട്ട് ഗേസ്. അങ്ങനെ നമ്മൾ മൊത്തം ഒരു കോപ്പർ ആർമർക്ക് എത്തി ഗേസ്. ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ബാക്കി ബേസ് വർക്കിലൊക്കെ അടുത്ത വീഡിയോയിലായിരിക്കും ഗേസ്. അതുവരെ ഞാൻ ഓഫ് ക്യാമറയിൽ മൈൻഡ് ചെയ്യാൻ പോട്ടെ. അപ്പം എന്തായാലും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.